അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല ഒരു ദിവസം കൂടെ പൂർണ്ണ ഈമാനോടെയും ആഫിയത്തോടെയും കൂടെ ജീവിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. നാം 2021 പ്രവേശിച്ചു. അതിൽ 2 മാസം കഴിഞ്ഞു. ജനുവരി, ഫെബ്രുവരി ഇന്ന് അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഫെബ്രുവരി 28 എന്നുള്ള ഈ ഒരു ദിവസം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹമാണ്. അതോടൊപ്പം നമുക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കൂടെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ ഡോക്ടറുടെ രോഗം പൂർണ്ണമായി ഷിഫയാകുകയും നമ്മോടൊപ്പം ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള മഹത്തായ തൗഫീക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് 5 വക്ത് ജമാഅത്ത് നമസ്കാരം, തഹജ്ജുദ്, ളുഹ, മറ്റ് റവാത്തിബ് സുന്നത്തുകൾ എന്നിവ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ, 100ഓളം ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നിവ ഇന്ന് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞോ എന്ന് നാം ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള നബിചര്യകൾ, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതലുള്ള ഓരോ സമയങ്ങളിലുമുള്ള നബിചര്യകളും പ്രാർത്ഥനകളും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് ഇന്ന് പാലിക്കാൻ കഴിഞ്ഞോ എന്ന് നാം ഓർത്തു നോക്കുക. വിശുദ്ധ ഖുർആനുമായുള്ള ഇന്നത്തെ നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? അല്പമെങ്കിലും ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും എല്ലാമുള്ള അവസരം ഇന്ന് നമുക്ക് ലഭിച്ചോ? അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നല്ല കൂട്ടുകെട്ട് മൂലം ഉണ്ടാകുന്ന ചില ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. നല്ല കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 6 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ മോശമായ 6 കാര്യങ്ങളിൽ നിന്ന് നല്ലതായ 6 കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നാണ്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സംശയം മാറി ഉറപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ടുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണമാണിത്. എപ്പോഴും നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഖുർആനെക്കുറിച്ചുമുള്ള സംശയം, പലതരത്തിലുള്ള സംശയങ്ങൾ, അതിൽ നിന്നെല്ലാം നല്ലൊരു ഉറപ്പിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും എല്ലാമുള്ള നല്ലൊരു ഉറപ്പ്, യഖീനിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടോ? നമ്മുടെ കൂട്ടുകെട്ട് മൂലം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയം ഇങ്ങനെ നമുക്ക് നല്ലൊരു ഉറപ്പിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലായിരിക്കണം നാം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ലോകമാന്യത ഇല്ലാതാകുകയും ഇഖ്ലാസ് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒമിന റിയാഇ ഇലൽ ഇഖ്ലാസ് എന്നുള്ളതാണ്. ലോകമാന്യത എന്നുള്ളത് നമുക്കറിയാം, വളരെയധികം മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് മാറി യഥാർത്ഥ നിഷ്കളങ്കമായി അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ നല്ലൊരു കൂട്ടുകെട്ട് വഴി ഈ ഒരു ലോകമാന്യത എന്നുള്ള ദുസ്വഭാവത്തിൽ നിന്ന് മാറുകയും നിഷ്കളങ്കത, അതായത് ഇഖ്ലാസ് എന്നുള്ള സ്വഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഒമിനൽ ഒഫലത്തി ഇല ദിക്രി, അതായത് ഒഫലത്ത്, അശ്രദ്ധയിൽ നിന്ന് മാറുകയും യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലേക്കും മനസ്സമാധാനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, വലാ തകും മിനൽ ഓഫിലീൻ, നിങ്ങൾ അശ്രദ്ധരിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും വളരെയധികം ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടതാണ്. അതല്ലാതെ വെറും അശ്രദ്ധമായി ജീവിക്കേണ്ട ഒരാളല്ല സത്യവിശ്വാസി. ഇങ്ങനെ നമ്മുടെ കൂട്ടുകെട്ട് വഴി നമുക്ക് ഇങ്ങനെ അശ്രദ്ധയിൽ നിന്ന് മാറി യഥാർത്ഥത്തിലുള്ള ശ്രദ്ധയിലേക്ക്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലേക്കും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നാലാമത്തെ കാര്യം, ഗഫ്ലത്ത് മാറിക്കിട്ടും എന്നുള്ളതാണ്.
4 ഒമിനൽ കിബിരി ഇല തവാദുവെ, അതായത് കിബിർ നമുക്കറിയാം അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. കിബിർ എന്നുള്ളത് നമുക്കറിയാം സത്യവിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണ്, അഹംഭാവം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം. അതിൽ നിന്നെല്ലാം മാറി വളരെയധികം വിനയപ്പെട്ട് ജീവിക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയണം. നമ്മുടെ കൂട്ടുകെട്ട് വഴി നമുക്ക് ഇതുപോലെ ഈ അഹങ്കാരത്തിൽ നിന്ന് മാറുകയും നല്ല വിട്ടുവീഴ്ചയും വിനയവും എല്ലാമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കറിയാം ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവസ്ഥയും മാറും. നമ്മുടെ എത്ര തന്നെ ആരോഗ്യവും കഴിവും പ്രതാപവും എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം വന്നാൽ എല്ലാം അവസാനിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അഹങ്കരിക്കാതെ വിനയത്തോടു കൂടി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. 5-ാമത്തെ കാര്യം, ഒമിന സൂഇൻ നിയത്തി ഇലൻ നസീഹത്തി, അതായത് ചീത്ത ചിന്ത അല്ലെങ്കിൽ ചീത്ത വിചാരം, മറ്റുള്ള ആളുകളെ പറ്റിയുള്ള ചീത്ത വിചാരങ്ങളിൽ നിന്നെല്ലാം മാറി നല്ല നസീഹത്തിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും അങ്ങനെ അവർക്ക് ഗുണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് നല്ലൊരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ഈ ചീത്ത വിചാരങ്ങളിൽ നിന്നും ചീത്ത ചിന്തകളിൽ നിന്നും ഊഹങ്ങളിൽ നിന്നെല്ലാം മാറി നല്ലൊരു നസീഹത്തോടുകൂള്ള മനസ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടോ, അതിന് നമ്മുടെ കൂട്ടുകെട്ട് നമ്മെ സഹായിക്കുന്നുണ്ടോ എന്ന് നാം ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ 6-ാമതായി പറഞ്ഞ കാര്യം, ദുനിയാവിനോടുള്ള ആഗ്രഹത്തിൽ നിന്ന് പരലോകത്തിലേക്കുള്ള ആഗ്രഹം വർദ്ധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ മിക്ക കൂട്ടുകെട്ടുകളും അത് ദുനിയാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും, വീടിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വാഹനം, ജോലി, പണം, ഈ കാര്യങ്ങളായിരിക്കും മിക്കവാറും ചർച്ച ചെയ്യപ്പെടുക. എന്നാൽ അതിൽ നിന്ന് മാറി പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും നിരന്തരം അതിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകെട്ടാണോ നമുക്കുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് വഴി ഇതുപോലെ ഈ ഭൗതിക ചിന്തയിൽ നിന്ന് മാറുകയും പരലോകത്തെക്കുറിച്ച് നിരന്തരം നമുക്ക് ചിന്തിക്കാൻ, ഓർമ്മിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. ഈ തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. അതല്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും നമ്മെ നരകത്തിലേക്ക് എത്തിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പായിരുന്നാലും ശരി, ഏത് ഗ്രൂപ്പായിരുന്നാലും ശരി, നല്ല നല്ല ചിന്തകളും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളും നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, അതുപോലെ യഖീൻ വർദ്ധിപ്പിക്കുന്ന കൂട്ടുകെട്ടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇതുപോലെയുള്ള നല്ല കൂട്ടുകെട്ടുകളിൽ നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇതുപോലെ നമ്മുടെ ഹിസാബ് വളരെ എളുപ്പമുള്ളതാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയങ്കരനായ ഷാൻ ഡോക്ടറുടെ എല്ലാ പ്രയാസങ്ങളും മാറി നല്ല പൂർണ്ണ ഈമാനോടെയും ആഫിയത്തോടെയും കൂടെ പൂർവാധികം ശക്തിയോടുകൂടി നമ്മോടൊപ്പം പ്രവർത്തിക്കാനുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. ആമീൻ. ഇതെല്ലാം അള്ളാഹു നമ്മിൽ നിന്നൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗം കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.